അങ്ങനെ മഞ്ജുവിനെയും കുട്ടി ഗിരി വീട്ടിലെത്തുവാണ് കേട്ടോ. ഈ സമയം പുറത്ത് തന്നെ ഭാനുമതി അമ്മ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവർ രണ്ടാളും ഒന്നിച്ചു വരുന്നത് കാണുമ്പോൾ ഗിരിനെയും മഞ്ജുവിനെയും ചോദ്യം ചെയ്യുവാണ്. അന്നേരം ഗിരി നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും ഭാനുമതി അമ്മ പറയണേ, ഇവള് ആ മാധവന്റെ ചോരയാ, ഇവള് നിന്റെ കൂടെ നിന്ന ഇവള് നിന്നെ തന്നെ ചതിക്കും. അങ്ങനെ മഞ്ജുവിനെ വേദനിപ്പിക്കുന്ന ഓരോ വാക്കുകൾ പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ മഞ്ജുവിന് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് മഞ്ജു റൂമിലേക്ക് ഓടിപ്പോകുവാണ്. അങ്ങനെ മഞ്ജു റൂമിലെത്തി കട്ടിലിൽ ഇങ്ങനെ സങ്കടത്തോടെ കിടക്കുമായിരിക്കും. കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഈ സമയം ഗിരി വന്ന് കട്ടിലിൽ വന്നിരിക്കുന്നുണ്ട്. മഞ്ജു അങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഗിരിക്ക് വല്ലാതെ സങ്കടം തോന്നുവാണ്. ഗിരി മഞ്ജുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് തോളിലിങ്ങനെ പിടിക്കാൻ കൈ കൊണ്ട് വരുമായിരിക്കും. പക്ഷേ പിന്നീട് വേണ്ടെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ മാറ്റുവാണ്. പിന്നീട് കാണിക്കുന്നത് ചാച്ചുവും സഞ്ജുവും കൂടി അവിടെ നിന്ന് സംസാരിക്കുമായിരിക്കും. ഈ സമയം അവരുടെ സംസാരം മറഞ്ഞു നിന്ന് ശാലിനി കേൾക്കുന്നുണ്ട്. അന്നേരം ചാച്ചു സഞ്ജുവിനോട് ചോദിക്കണേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും സഞ്ജു എന്ന് ചാച്ചു ചോദിക്കുമ്പോൾ സഞ്ജു പറയണേ, ഇനിയിപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവനെ അങ്ങ് തൂക്കണം. ഗിരിയെക്കുറിച്ചാണ് സഞ്ജു പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ സഞ്ജുവിൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നതും ശാലിനി അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ. അതാണ് പ്രമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്